നമസ്കാരം. മീഡിയ വണ്ണിന്റെ വോട്ട് പാത ആലപ്പുഴ ജില്ലയിലാണുള്ളത്. വയലാറിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു കുടുംബയോഗം കണ്ടത്. നോക്കുമ്പോൾ അവിടെ ഒരു മന്ത്രിയുണ്ട്. നിർബന്ധമായി ആലപ്പുഴയിൽ എത്തുമ്പോൾ രണ്ട് മന്ത്രിമാരവിടെ ഉണ്ട്. രണ്ടിലൊരാളെ കാണണമെന്ന് നിർബന്ധമായിരുന്നു. ഒരാളെ കിട്ടിയിട്ടുണ്ട്. യെസ്, മന്ത്രി പി പ്രസാദ് നമ്മോടൊപ്പം ഉണ്ട്. അതേവിടെ കുടുംബയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. ഒരു മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് തിരക്കാണല്ലോ. അപ്പോൾ കുടുംബയോഗത്തിലൊക്കെ പങ്കെടുക്കാൻ സമയം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. സമയമൊക്കെ കിട്ടാറുണ്ട്. പരമാവധി സാധ്യമാവുന്നിടത്തോളം കുടുംബയോഗങ്ങൾ ചേർത്തല മണ്ഡലത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ചില പഞ്ചായത്തുകളിൽ 18-20 കുടുംബയോഗങ്ങൾ ഹോമ പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ 18 കുടുംബയോഗങ്ങളിൽ അവിടെ പങ്കെടുത്തു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഇതേപോലെ ഒരു 6 കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ പട്ടണക്കാട്, കടക്കരപ്പള്ളി പഞ്ചായത്തുകളിലെ കുടുംബയോഗങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി. ഇവിടെ ഇന്ന് രാവിലെ മുതൽ കുറേയേറെ കുടുംബയോഗങ്ങളാണ്. ഇപ്പോണ്ട് 6-ാമത്തെയോ 7-ാമത്തെയോ സ്ഥലത്താണ് രാവിലെ ഞങ്ങൾ തുടങ്ങി നിൽക്കുന്നത്. രാവിലെ തുടങ്ങും. ഒരു 7 മണിക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ചില ആളുകളെ കാണും. അവർക്ക് ചിലതൊക്കെ പറയാനുണ്ടാവും നമ്മളോട്. എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് നേരിട്ടിറങ്ങാൻ, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ബെസ്റ്റ് കുടുംബയോഗങ്ങളൊക്കെയാണ്. ഞങ്ങൾ പൊതുപ്രസംഗങ്ങളൊന്നുമല്ല. അവരായിരിക്കും കൂടുതൽ ഞങ്ങളോട് പറയുന്നത്. അവർക്കുള്ള പരാതികളുണ്ടാവാം, ചിലപ്പോൾ പരിഭവങ്ങളുണ്ടാവാം. അതൊക്കെ അവർക്ക് പറയാനുള്ള അവസരമാണ്. ആർക്കും ഒരു നിയന്ത്രണം അങ്ങനെയൊന്നുമില്ല. നിങ്ങളത് കേട്ടെങ്കിൽ മനസ്സിലാവും. അവർക്ക് അങ്ങനെ വല്ല ഇതില്ല. ചിലർക്കെല്ലാം മകൾ പഠിച്ച് നിൽക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞു. പക്ഷെ അവരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. കാരണം ഇതിനകത്തിരിക്കുന്ന നല്ലൊരു ശതമാനം പേരും സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരാണ്. അവർക്ക് ഈ മാസവും 2000 രൂപ വെച്ച പെൻഷനൊക്കെ കിട്ടേണ്ട വളരെ ഒരു കുടിശ്ശികയും ഇല്ലാതെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ 2020 തെരഞ്ഞെടുപ്പിൽ 3 തലങ്ങളിലും LDF-ന് വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായി. അപ്പോൾ അതിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു ജില്ലയാണ് ആലപ്പുഴ. ഇക്കുറി പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 3 തലങ്ങളിലും ഇപ്പോൾ നഗരസഭയായാലും പഞ്ചായത്തായാലും ബ്ലോക്കായാലും ജില്ലാ പഞ്ചായത്തായാലും ഒക്കെ എങ്ങനെയാണ് നിലവിലുള്ളൊരു പ്രതീക്ഷകൾ, ആത്മവിശ്വാസം, പ്രചാരണത്തിന് ഇറങ്ങുമ്പോഴുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട തരത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിൽക്കുന്നതെന്ന് പറയാൻ കഴിയും. ആർക്കും ഒരു കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കാനില്ല. ഭരണരംഗത്ത് കൃത്യമായ എന്നവണ്ണമുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. എല്ലാ മേഖലയെയും ആ തരത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലേക്കും ആ സഹായം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ എവിടെയെങ്കിലും A ആയി പോയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം അതും A+ ആവും. ഫുൾ A+ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു തർക്കവും. ആ ഘടകങ്ങളൊന്നും സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇടപെട്ടുന്നുള്ളതാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ ചെറിയ കാര്യമല്ല. ഞാനെൻ്റെ കണക്ക് നോക്കി 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട്. അല്ലെ 62 ലക്ഷം ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട്. എത്ര രൂപ ഇതിനുവേണ്ടി കൊടുത്തു, ചെലവഴിച്ചു എന്നുള്ള കണക്ക് ഞാനിങ്ങനെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ഇടയ്ക്ക് ഞാനൊരു ആശയവിനിമയം അല്ലാതെയും നടത്താറുണ്ട്. ആ കണക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് തന്നെ ആദ്യം ഒരു അത്ഭുതമായിരുന്നു. 43,653 കോടി രൂപയാണ് ഒക്ടോബർ വരെ ചെലവഴിച്ചിരുന്നത്. നവംബർ ആയപ്പോഴേക്കും അത് 45,500 കോടിയായി. കേരളം ചെലവഴിച്ച ചെറിയ പൈസയാണോ? ഇത്രയും കുടുംബങ്ങളിലേക്ക് എത്തുന്നു. അവർക്കൊക്കെ വളരെ സന്തോഷമാണ്. നമുക്ക് തോന്നുമ്പോൾ 2000 രൂപ കൊണ്ട് എന്തെടുക്കാനാവുന്നു. പക്ഷേ അത് 2000 രൂപ കിട്ടുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാവുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സർക്കാർ ചെയ്ത കാര്യമാണെന്ന് അവർക്കറിയാം. കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ചിലപ്പോൾ ഞാനീ പറയുന്നത് പോലെ കണക്കെല്ലാം കൂടി അവർക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ കണക്കറിയാൻ പറ്റുന്നത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാവുന്നത് കൊണ്ടാണ്. UDF-ന്റെ കാലത്ത് 9,011 കോടി രൂപയാണ് 2011-16 കാലത്ത് ചെലവഴിച്ചത്. 2016-21 35,754 കോടി രൂപ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്നു. ഇപ്പോൾ അത് 45,500 കോടിയായി. രണ്ടുകൂടെ ചേരുമ്പോൾ 80,000 കോടിയാണ് ഈ 2 ഗവൺമെൻറ്റുകൾ സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു കാര്യമാണെല്ലാം. കുടിശ്ശിക ഉണ്ടായപ്പോൾ ചട്ടിയും കലവും എടുത്തിറങ്ങിയതിനെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ച നടത്തും. അപ്പോൾ ആ കുടിശ്ശികയും നമ്മൾ തീർത്തു. എല്ലാ കുടിശ്ശികയും പൂർണ്ണ അതാത് മാസം കൊടുക്കണം. ഇതൊക്കെ ഞങ്ങൾക്ക് ആളുകളോട് പറയാൻ ഞങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസമല്ലേ. ഞങ്ങൾക്ക് പോയി നിന്ന് പറയാം, ഞങ്ങൾക്ക് ഒരാളിനെ അഭിമുഖീകരിക്കാം, ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങൾ കാണുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു നേട്ടമുണ്ടായി. പിന്നെ ചെറിയതല്ല ഈ ലൈഫിൻ്റെ വീടുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വയലാറിൽ 520 വീടുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് സർവ്വകാല റെക്കോർഡാണ്. കേരളത്തിൽ ഇത്രയും വീടുകൾ കൊടുത്തൊരു കാലമില്ലല്ലോ. ഇപ്പോൾ ഈ അടച്ചുറപ്പുള്ളൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത സ്വപ്നമല്ലായിരുന്നു ആൾക്കാരുടെ എല്ലാം. ഇത് നടക്കുന്നില്ല എന്ന് പറയുമ്പോഴൊരു വിഷമം എന്തായിരുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് പരിഹരിക്കാനുണ്ട്. കാരണം 5 ലക്ഷം വീടുകളാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ 5,98,000 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വയലാറിലും ഉണ്ടാവും, മറ്റിടത്തും ഉണ്ടാവും. പക്ഷെ അതും കൊടുക്കുമെന്നുള്ളൊരു ഞങ്ങൾക്ക് കൃത്യമായ ധാരണയും ബോധ്യവുമുണ്ട്. പക്ഷേ ഇവിടെ ആലപ്പുഴയിൽ വികസനമൊന്നും കാര്യമായിട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഭരണത്തിലേറാമെന്നാണ് UDF-ഉം കരുതുന്നത്. അത് അവർക്കെല്ലാം ഉള്ള സ്വപ്നങ്ങളാണ്. ആഗ്രഹിക്കുന്നതിന് ആർക്കും ഒരു ചിലവും ഇല്ല, ഒരു കാര്യവുമില്ല. എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാം. ഒരു പൈസ പോലും ഇല്ലാതെ പറ്റുന്ന കാര്യമാണ് സ്വപ്നം കാണുക എന്നുള്ളത്.
ഒരു പൈസ പോലും ചെലവഴിക്കാതെ പറയാൻ പറ്റുന്ന കാര്യമാണ് ആഗ്രഹങ്ങളെക്കുറിച്ച്. എന്തെല്ലാം ആഗ്രഹങ്ങൾ വേണമെങ്കിൽ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുണ്ട്, ലൈഫുണ്ട്, 10 വർഷത്തെ വികസന നേട്ടങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ചില വിവാദങ്ങളൊക്കെ ഈ പൊലിമയ്ക്ക് മേൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയാവട്ടെ, PM ശ്രീയിലെ മുന്നണിക്കകത്തുള്ള ഭിന്നതകളാവട്ടെ. അപ്പോൾ ഇത്തരം ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ LDFന്റെ സാധ്യതകൾ കുറച്ചോ? ഇത് രണ്ടും LDFന്റെ സാധ്യതകൾ കുറച്ചിട്ടേ ഇല്ല. നിങ്ങൾ PMC പറഞ്ഞു, മുന്നണിക്കകത്ത് അതെന്തോ വലിയ പ്രശ്നമൊന്നുമല്ല, സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനകത്തൊന്നും ഈ രണ്ട് പാർട്ടികൾക്കും ഒറ്റ നിലപാടാണ് ആ കാര്യത്തിലുള്ളത്. ഒരു വ്യത്യാസവും അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ വളരെ വേഗത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വിഷയത്തിനകത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറഞ്ഞതുപോലുള്ള വലിയ പ്രശ്നം എത്ര എളുപ്പത്തിലാണ് LDF ആ കാര്യത്തിലെല്ലാം ഇതുകൊണ്ട്, അല്ലെങ്കിൽ CPI CPM ആലോചനയിൽ ആ പ്രശ്നങ്ങളെല്ലാം മാറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ ഒരു തരത്തിലും ഒരു ആശയ അവ്യക്തതയോ ആശയ ഭിന്നതയോ ഉള്ള ഒരു പ്രശ്നമായിരുന്നില്ല. അത് കേവലമായ ഒരു സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു. ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് ഒരു മുന്നണിക്ക് ഒരു തരത്തിലും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ്. ആ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ശബരിമല ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കുറ്റം ചെയ്ത ആരെയെങ്കിലും സംരക്ഷിക്കാനോ ഏതെങ്കിലും തരത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നതായിട്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ നോക്കൂ. പലരും പറഞ്ഞു വാസുവിനെ തൊടുകയില്ല, അങ്ങനെയാണ്. എത്ര കഥകളാണ് അതിനു മുമ്പ് വന്നത്, അവിടേക്ക് തന്നെ എത്തി. അത് ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും ഇടപെടലുണ്ടായോ? ഒരിടപെടലും ഉണ്ടായില്ല. ആരിലേക്കാണോ അന്വേഷണം എത്തുന്നത് ആ അന്വേഷണം നടക്കട്ടെ എന്ന തരത്തിൽ തന്നെയാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. ഇതിനകത്ത് ഏത് പത്മകുമാർ ആയാലും ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് മേൽ കർശനമായ നടപടികൾ. ഇന്നിപ്പോ പാലോളി മുഹമ്മദ് കുട്ടി CPMന്റെ മുതിർന്ന നേതാവ് പറയുന്നുണ്ടായിരുന്നു, പത്മകുമാറിനെ പോലെ ഒരാളെ ദേവസ്വം പ്രസിഡന്റ് ആക്കരുതായിരുന്നു, അന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു തെറ്റുപറ്റി. അങ്ങനെ തോന്നിയോ? ഇല്ല, അത് പലവിധ കാരണങ്ങൾ പരിഗണിച്ചിട്ടാവും. ചിലപ്പോൾ നമുക്കൊരാളിനെ ആക്കുന്ന അവസരത്തിൽ ഇതൊന്നും അറിയില്ല, എങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇടപെടുക. ഇനി അദ്ദേഹത്തിന്റെ പങ്ക് തന്നെ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കോടതി മുമ്പാകെ അവതരിപ്പിക്കുമ്പോഴോ മറ്റ് രേഖകൾ വരുന്ന അവസരത്തിലായിരിക്കും നമുക്കും ബോധ്യപ്പെടുക എന്താണ് അദ്ദേഹം തന്നെ ചെയ്തിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ചൊരു ധാരണയില്ല, ബോധ്യമില്ല. നമ്മൾ തന്നെ മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഇന്ന് അദ്ദേഹം അഴിക്കുള്ളിലാണ്. അഴിക്കുള്ളിലാവുമ്പോൾ അതിനകത്ത് കുറച്ച് ഇടപെടലുകൾ ഉണ്ട് എന്നത് ഏതൊരാൾക്കും. വെറുതെ ഇരിക്കുന്ന ഒരാൾ അഴിക്കുള്ളിലാവുകയില്ലല്ലോ. അപ്പോൾ അഴിക്കുള്ളിലാവുന്നതിന് ഇടവരുത്തുന്ന സംഭവം ഉണ്ടായിരുന്നു. അവിടെയാണ് പറഞ്ഞത് ഗവൺമെന്റ് ഈ മുന്നണി ഇത്തരം ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾക്കും LDFന്റെ ഭാഗത്തുനിന്ന് സംരക്ഷണം ഉണ്ടാവുന്നില്ല എന്ന് ജനങ്ങൾക്ക് ഉത്തമമായ ബോധ്യമാണ്. ബാക്കിയൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്ത് അഭിപ്രായങ്ങളും പറയാം. ഞങ്ങൾ എന്തൊരു സംരക്ഷിക്കാൻ വേണ്ടി നിലയുറപ്പിച്ചിട്ടേ ഇല്ല, സംരക്ഷിക്കുകയുമില്ല എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ മുമ്പിൽ തന്നെ പറയുന്ന കാര്യമാണ്. അത് ഏതൊരാൾക്കും അനുഭവിച്ച് അറിയാം. നാളെ നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും സംരക്ഷണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൃത്യമായി എന്നവണ്ണം ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നിന്നാണ് പറയുന്നത്, ഒരു സംരക്ഷണവും അഴിമതിക്കാർക്കുണ്ടാവുകയില്ല. അപ്പൊ മിനിസ്റ്റർ, ഈ സ്വർണ്ണക്കൊള്ള LDFന്റെ വിജയത്തെ ബാധിക്കില്ല ഒട്ടുമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദം UDFനെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഒരു ആരോപണം ഉയരുന്നു. നേതാക്കന്മാർ തന്നെ പറയുന്നു ഇതിനകത്ത് വളരെ ഗൗരവമുണ്ട് എന്ന്. പരാതി ഉന്നയിച്ച ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് രക്ഷകർത്താവിന് പിതൃതുല്യനായ ആളാണ് പ്രതിപക്ഷ നേതാവെന്ന്. പ്രതിപക്ഷ നേതാവിന് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം അവിശ്വസിക്കേണ്ട കാര്യമില്ല. എനിക്ക് അദ്ദേഹം മകളെപ്പോലെ അല്ല എന്നോ ഈ കുട്ടി പറഞ്ഞതുപോലെ ഞാൻ അവരുടെ പിതൃതുല്യനല്ല എന്നോ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. അവിശ്വസിക്കേണ്ട വാക്കുകളാണെന്നും പറഞ്ഞിട്ടില്ല. മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായി എന്ന് ആ പെൺകുട്ടി പറയുകയും അപ്പോൾ തന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതിനു പകരമായി അവർ ഒരു സസ്പെൻഷനും മറ്റുമായി നിൽക്കുകയും ആ സസ്പെൻഷനിൽ നിർത്തുമ്പോൾ തന്നെയും കേരളത്തിന് മൊത്തം ബോധ്യമാവുന്നുണ്ട് അതങ്ങനെ ബോധപൂർവം ചെയ്തിരിക്കുന്ന പരിപാടിയാണ്, അവർ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇതിനെ ഒന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ് UDFും പ്രത്യേകിച്ച് കോൺഗ്രസും ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് എത്തുന്ന അവസരത്തിൽ നോക്കൂ, പലരും പ്രതികരിക്കുന്നില്ല. മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് ഇക്കാര്യത്തിനകത്ത് ഉറപ്പുണ്ട്, അയാളൊരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുന്ന തരത്തിലേക്ക് എത്തി. എല്ലാ പഴിയും മാധ്യമങ്ങളുടേതാണെന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തി. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇക്കാര്യത്തിനകത്തെല്ലാം ഈ കാര്യത്തിൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു വേണ്ടത്. പൊതുപ്രവർത്തകർ കുറേ വിശുദ്ധി പാലിക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ ഒരാൾക്കുള്ള ഒരു ബന്ധത്തിനപ്പുറത്തേക്ക്
ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കുമ്പോഴും പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ വരുമ്പോഴും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങേയറ്റം മോശപ്പെട്ടൊരു കാര്യമല്ല, വലിയ ക്രിമിനൽ കുറ്റമാണ്. അതൊരു ഒരു വഞ്ചന എന്ന് നമ്മൾ പറഞ്ഞ അപ്പുറത്തേക്കാണ്. എനിക്ക് 10 രൂപ തരാമെന്ന് തരേണ്ട പൈസ അപഹരിച്ചുകൊണ്ട് പോയി എന്നെ വഞ്ചിച്ചു, എൻ്റെ പണം നഷ്ടപ്പെട്ടു. അതിനപ്പുറത്തേക്കാണ് ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവളുടെ ഭാവി, വിവാഹം, കുടുംബം എന്നതിനെക്കുറിച്ച് ഉള്ള സ്വപ്നം കാണുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ ആഴമുണ്ടായിട്ടില്ല എന്ന് എനിക്കതിന് തോന്നുന്നുണ്ട്. അതിനെ തകർത്ത് കളയുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത്. ഞാനും ഒരു 14-15 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ അച്ഛൻ എന്നുള്ള ഇടത്തിലാണ് ഞാൻ അതിനെ മന്ത്രി എന്നുള്ള ഇടത്തിലോ രാഷ്ട്രീയ കാരണത്തില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇത്തരത്തിലേക്ക് ഇടപെട്ടിട്ട് അവരെ തകർത്ത് കളയുന്നവർ ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് ജനപ്രതിനിധി നിൽക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതിന് കോൺഗ്രസുകാരുടെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷെ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തിട്ടും അദ്ദേഹത്തെ എതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അല്ല, ഇതൊക്കെ ഇതൊരു ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില നടപടികൾ എടുക്കാനല്ല വേണ്ടത്. ഇവിടെ ഫലപ്രദമായ നടപടിയെടുക്കാൻ CPIM-ന് കരുത്തുണ്ട്. CPIM ആ നടപടി എടുത്തിരിക്കും. കൃത്യമായ എന്ന വണ്ണം എങ്ങനെയാണ് നടപടിയെടുക്കുക? ഒരാളുടെ കാര്യത്തിലും കുഴപ്പക്കാരായ ഒരാളെയും സംരക്ഷിക്കുന്ന ഇടങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും എത്താറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതായ രീതിയിൽ പാർട്ടി ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരു വാർത്ത വന്നു ഉടനെ അങ്ങ് പുറത്താക്കിയെന്നല്ല, ആ തരത്തിലൊക്കെയുള്ള ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തിയിട്ടായിരിക്കും ആ നടപടികളിലേക്ക് നീങ്ങുക. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. കുറ്റക്കാരനാണ് എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ നടപടി ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലും അതേപോലെ തന്നെയാണ്. വേണ്ട ഇടങ്ങളിൽ ആ ചർച്ചകൾക്കൊക്കെ ശേഷമായി ആ കാര്യത്തിൽ നടപടി ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യത്യസ്തമാകുന്നത് ഇത്രയും നാളായിട്ടും ഈ കാര്യത്തിനകത്ത് ഗൗരവതരമായ നടപടിയിലേക്ക് പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു, ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, സ്ഥാനാർത്ഥിയുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നു. അദ്ദേഹം കുഴപ്പക്കാരനല്ല എന്ന് പരസ്യമായി ഇന്ന് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. ഏതാണ്ട് ഒരു തരത്തിൽ അവർ തന്നെ അദ്ദേഹത്തെ പ്രമുഖനായ ഒരാളായിട്ട് കുഴപ്പക്കാരനല്ല എന്ന് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് പറയുന്ന ആൾക്കാരുണ്ടാകുന്നു. ഇവിടെ ഒരാളും പത്മകുമാറിനെ ന്യായീകരിക്കുന്നില്ല. ന്യായീകരിച്ച് CPIM-ൻ്റെ ആരെങ്കിലും ഒരാൾ പറയുന്നത് നമ്മളാരും കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ഒരാളും ന്യായീകരിക്കുന്നില്ല. കൃത്യമായി CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞത് ഉചിതമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്നാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സമയത്തിനിടയിൽ നമ്മൾ എന്തു പറയുന്നതുമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സുശക്തമായ പാർട്ടി സംവിധാനം അവിടെയുണ്ട്. ആ പാർട്ടി സംവിധാനം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായി കണക്കിലെടുക്കും. ആ കണക്കിലെടുത്ത് ആ നടപടികളിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും. അതിന് ആ പാർട്ടിക്കുള്ള ഒരു അവസരം ഇതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം നോക്കും. ഒരു സ്ഥാപനം തന്നെയും വരുമ്പോൾ അവസരത്തിലേക്കും ഒരാലോചനയൊന്നുമില്ലാതെ കേട്ടത് പാതി ഒരു നടപടിയിലേക്കെല്ലാം ഉണ്ടാവുക. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നടപടി ഉണ്ടാവും. മിനിസ്റ്റർ, ഇപ്പോൾ ഒരു MLA ആണ് ഒളിവിൽ പോയിരിക്കുന്നത്. ആ ഒരു അവസ്ഥ, അത്രയും ഗൗരവതരമായ ഒരു കേസ്, സ്ഥാനം ഒഴിയേണ്ടി വരുന്ന, രാജിവെക്കേണ്ടി വരുന്ന ഒരു അനിവാര്യതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാതൃക കാണിക്കേണ്ടത് അവിടെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടവരാണ്. നമ്മൾ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചെറിയ കാര്യമല്ല. ഇപ്പോൾ വോട്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് വോട്ട്. തെരഞ്ഞെടുപ്പ് അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം, നിങ്ങളുടെ വിലയേറിയ വോട്ട്. ഞാൻ നേരത്തെ ഇവരോടും പറഞ്ഞു, കുടുംബയോഗങ്ങളിലും പറഞ്ഞു, ഏറ്റവും വിലപിടിപ്പുള്ളത് വോട്ടാണ്. സ്വർണ്ണത്തെക്കാളും വജ്രത്തെക്കാളും രത്നത്തെക്കാളും വിലപിടിപ്പുള്ള വോട്ടാണ്. വോട്ടാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയത്, വോട്ടാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയത്, വോട്ടാണ് P. പ്രസാദിനെ മന്ത്രിയാക്കിയത്. അപ്പോൾ ഈ വോട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരും ഈ പദവിയിലില്ല. ഈ പരിഗണന നിങ്ങളും എനിക്ക് തരൂല്ല. നിങ്ങളീ മൈക്കും കൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് ഞാൻ ജയിച്ചതുകൊണ്ടും LDF-നെ കേരളത്തിലെ ഭൂരിപക്ഷം അത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു മന്ത്രിസഭ ഉണ്ടായതുകൊണ്ടുമാണ്. അപ്പോൾ MLA എന്നുള്ളൊരു പദവിയോ MP എന്നുള്ള പദവിയോ പഞ്ചായത്ത് മെമ്പർ എന്നുള്ളൊരു പദവിയോ നമുക്ക് കിട്ടുന്നത് ജനങ്ങൾ ഈ വോട്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് കാർ കിട്ടുന്നത്, എന്നെ കാണുമ്പോൾ പോലീസുകാരൻ സല്യൂട്ട് ചെയ്യുന്നത്, ഞാൻ P. പ്രസാദ് മാത്രമായിരുന്നെങ്കിൽ ഒരാളെനിക്ക് സല്യൂട്ട് ചെയ്യില്ല. ഒരാളെന്നെ കണ്ടാൽ ചിലപ്പോൾ ഇല്ല, എൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ എനിക്കൊരു പരിഗണന ചിലപ്പോൾ തരുള്ളൂ, അല്ലെ എൻ്റെ വീട്ടുകാർ മാത്രമേ എനിക്കൊരു പരിഗണന തരുള്ളൂ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഏതൊരാൾക്കായാലും P. പ്രസാദായാലും ഈ ഒരു ജനതയുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു കയറുന്നത്. ഈ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ടാവാം, ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കാം. അത് അറിഞ്ഞുകൊണ്ടാണല്ലോ എല്ലാവരും വോട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ഒരു വിശുദ്ധിയുണ്ട്. വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയമായ വിരൽ ചൂണ്ടാം. എനിക്ക് നേരെ ചിലപ്പോൾ
രാഷ്ട്രീയ വൈരുദ്ധ്യമുണ്ടാവാം, എന്നെ എതിർക്കുന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ എന്നാൽ നമ്മൾ പറയുന്ന ഒരു സദാചാരത്തിൻ്റെ കാര്യം, സദാചാരം ഒരു സങ്കുചിതമായ രീതിയിൽ ഒരു സദാചാരത്തിൻ്റെ ഇത് വെക്കുമല്ല പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനവിടെ കാണുന്നത് പെൺകുട്ടികൾക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരുടെ ശരീരത്തെ ഉപയോഗിച്ച് അവരെ തള്ളിക്കളയുന്നെന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയാത്ത തെറ്റാണ്, കുറ്റമാണ്. ഒറ്റ കാര്യം കൂടി എന്ന് വെച്ചാൽ ഈ PMC വിഷയത്തിൽ CPM-നും CPI-ക്കും ഇടയിൽ കാര്യമായ ഭിന്നതയുണ്ടായി. AYF ASF പ്രവർത്തകർക്കൊക്കെ നിരത്തിലിറങ്ങി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം വിളിക്കേണ്ടി വന്നു. അപ്പോൾ അടിത്തട്ടിൽ CPM-ഉം CPI പ്രവർത്തകരും തമ്മിൽ കാര്യമായ ഒരു അകൽച്ച ഉണ്ടാകുന്ന ഒരു സ്ഥിതി നമ്മൾ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. അപ്പോൾ ഒരു ഇലക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ അടിത്തട്ടിൽ ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും പരിഹരിക്കും. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. മാധ്യമങ്ങളിലേ കണ്ടുള്ളൂ, ഇവിടെ നിൽക്കുന്നതിലെല്ലാവരും ഉണ്ട്. ഒരു ഭിന്നതയും എങ്ങും ഉണ്ടായില്ല. ആ ഭിന്നത ഉണ്ടാവാത്ത കാരണം രണ്ട് പാർട്ടികളുടെയും നിലപാട് ഒന്ന് തന്നെയായിരുന്നുള്ളതുകൊണ്ടാണ്. ഇതെല്ലാം CPI-യിലും CPM-ലും നിൽക്കുന്നവർക്കെല്ലാം നല്ല രാഷ്ട്രീയ ബോധത്തിൻ്റെയും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേറെ എന്തെങ്കിലും ആഗ്രഹിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പലതും ആഗ്രഹിച്ചു പോകുന്നവരെ പോലെ പോകാമായിരുന്നു. പക്ഷേ എന്നാൽ നോക്കൂ, ഞങ്ങളുടെ മഹാഭൂരിപക്ഷം പേർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പാർട്ടികൾ, രണ്ട് പാർട്ടികളിലും ഉള്ളതല്ല. അവരൊക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ രാഷ്ട്രീയ ബോധവും ബോധ്യവും അവരെ പഠിപ്പിക്കേണ്ടത്. PMC വിഷയത്തിൽ രണ്ട് പാർട്ടികളുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. ആ നിലപാടിനകത്ത് വേറെ പ്രശ്നം ഇല്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്കകത്ത് പരിഹാരം ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തിനാ ഭിന്നിക്കേണ്ട ഒരു ആവശ്യം? ഭിന്നിപ്പില്ലല്ലോ, ഒരു ഭിന്നതയും ഇല്ല എന്നുള്ളത് കൊണ്ട് വളരെ ഐക്യത്തോടു കൂടി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ മുന്നണിക്ക് ആയിട്ടുണ്ട്, CPM-നും CPI-ക്കും ആയിട്ടുണ്ട്. ഒറ്റക്കെട്ടായി തന്നെ ഇലക്ഷൻ തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും ഉള്ളത്. വീട്ടിലിപ്പോഴും കൃഷി നന്നായിട്ട് തന്നെയല്ലേ? കൃഷി നന്നായിട്ടുണ്ട്. ഈ സമയത്ത് പക്ഷേ ശ്രദ്ധിക്കാൻ നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഇരുന്ന വഴുതനങ്ങ എല്ലാം കൂടെ പറിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത വീട്ടിലെ ചേട്ടൻ പറിച്ചുകൊണ്ട് പോയിട്ട് 260 രൂപ ഇന്നലെ രാവിലെ കൊണ്ട് തന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഞാൻ എവിടെയോ കേട്ടതോ കൂൺ കൃഷിയുണ്ട്. അത് പിന്നെ ഒരു ആളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഞാനും നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനൊന്നും പോയിട്ട് ചാടി കയറാൻ നോക്കത്തില്ല. കൂൺ കൃഷിക്കകത്ത് ഇച്ചിലൂടെ നമ്മൾ കൈയെല്ലാം കഴുകി പിന്നെ കയ്യിലെല്ലാം സാനിറ്റൈസർ ആകണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഞാനിപ്പോൾ പോകുന്ന വഴിക്കുന്ന എൻ്റെ ധൈര്യത്തിനടുത്ത് എന്തെങ്കിലും ഒരു ഒരു രോഗത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനകത്തൊരു തുമ്മിയാൽ മതി, എൻ്റെ കൂൺ മൊത്തം പോകും. എനിക്ക് 560 കാര്യങ്ങളും നോക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നാട്ടിലെയും സംസ്ഥാനത്തൊട്ടാക്കിയുള്ള കൃഷികാര്യങ്ങൾ കാര്യമായി നോക്കാൻ കഴിയും. ഏറെക്കുറെ എല്ലാം നോക്കുന്നുണ്ട്. ശരി, ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എന്നോട് ആരോ പറഞ്ഞതാണ് മിനിസ്റ്റർ എപ്പോഴും സ്ലിപ്പേഴ്സ് ഇടുള്ളൂ. ഞാനപ്പോൾ ആദ്യം വന്നപ്പോൾ അതാ നോക്കിയത്. അതെന്താ കാരണം? അത് പണ്ടൊക്കെ ഈ ചെരുപ്പ് വാങ്ങിച്ചു തരാനുള്ള പൈസ ഒന്നും വീട്ടിലില്ല. അപ്പോൾ ഒരു ഓണത്തിനാണ് ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ ഓണത്തിനൊരു സ്ലിപ്പർ ചെരുപ്പ് വാങ്ങിച്ചു തന്നാൽ പിന്നെ അതിങ്ങനെ പിന്നെ വരുന്ന ഓരോ വിശേഷ ദിവസങ്ങളിലേക്ക് ഈ ചെരുപ്പ് നമ്മൾ കഴുകി വെച്ചിരിക്കും. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ എടുത്തിടുക, ഉത്സവത്തിന് എടുത്തിടുക, ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഒക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ചെരുപ്പിടുന്ന ശീലം ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. എനിക്കല്ല, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച നല്ലൊരു ശതമാനത്തിനും ഉണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ പഠിക്കുന്ന അവസരത്തിലാണ്, കോളേജ് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ എല്ലാവരുടെ കൂട്ടിയെടുത്തിട്ട് പറഞ്ഞു എല്ലാവരും എല്ലാ ദിവസവും കുളിക്കണം, പല്ല് തേക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. എങ്കിലും ഫസ്റ്റ് ഡിഗ്രി ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ കേശവക്കുറുപ്പ് സാറാണ്. കേശവക്കുറുപ്പ് സാർ ഇങ്ങനെ വളരെ അന്നത്തെ കാലത്ത് ഒരു വലിയ വിഷയമാണ് കേശവക്കുറുപ്പ് സാർ. 12 SS സ്കൂളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം ആടിച്ചോടത്തിൽ വിളിച്ചു പറഞ്ഞു എല്ലാവരും രാവിലെ കുളിക്കണം, പല്ല് തേക്കണം എന്ന് പറഞ്ഞു. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, കഴുകി വൃത്തിയായി വരണം, എല്ലാവർക്കും ചെരുപ്പുണ്ടാവണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാലം ചെരുപ്പില്ല. അപ്പോൾ പിന്നെ അപ്പം നമുക്ക് വീട്ടിലുള്ള ചെരുപ്പ് അടുത്ത ദിവസം വീണ്ടും അന്ന് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രിയൊക്കെ ഇപ്പൊ നല്ല ഷൂ നല്ല കാലിന് പൊരുത്തപ്പെട്ട ഇതായി പോയി. അല്ല അങ്ങനെയാണ് നമുക്ക് നിങ്ങളിട്ട ചെരുപ്പ് നിങ്ങൾ ഒന്ന് ഇട്ടിട്ട് ചെരുപ്പ് ഒന്ന് മാറിയിട്ട് നോക്കൂ. അപ്പൊ നമുക്ക് കാലിന് പ്രത്യേകം കാല് നമ്മളോട് പറയും നിങ്ങളുടെ കാലിൽ ചേരുന്നില്ല, നിങ്ങളുടെ ചെരുപ്പ് അല്ലാന്ന് നമുക്ക് തോന്നും, ഇട്ടപ്പോൾ എന്തോ ഇതുപോലെ തോന്നും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലങ്ങ് പൊരുത്തപ്പെട്ടു. ഞാനാണ് ഈ 56-ാമത്തെ വയസ്സിൽ ഇത് മാറ്റാൻ പോയിട്ട് വല്ല കഥയൊന്നുമില്ല. അല്ല, CPI-യുടെ മുൻകാല സെക്രട്ടറി ഇപ്പോൾ വെളിയായാലും ചന്ദ്രപ്പനായാലും ഒക്കെ ഈ ലാളിത്യവും എളിമയായിരുന്നു അവരുടെ മുഖ്യമന്ത്രി. അതിന്റെ ഒരു പിന്തുടർച്ചയാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണ്. രണ്ട് പാർട്ടികളിലും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അത്തരത്തിൽ നിലവാരത്തിലുള്ളതാണ്. ചന്ദ്രപ്പൻ്റെ നാടാണിത്. ആ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം. അപ്പം ഇതെല്ലാം കണ്ടല്ലോ, ഞങ്ങളെയൊക്കെ സ്വാധീനിക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടം നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മളെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതലായി ഇടപഴകി നിൽക്കുന്നത് അവർ നമ്മളെ സ്വാധീനിക്കും, സമൂഹം നമ്മളെ സ്വാധീനിക്കും, വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കും. അവിടെ നമുക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള ഈ ആകാശത്തോളം ഔന്നത്യമുള്ള ആളുകളാണ് ഈ വെളിയം ഭാർഗവൻ, C. കച്ചനപ്പൻ എന്നെല്ലാം പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളെയൊക്കെ എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്.
യെസ്, എന്തായാലും ഉഷാറായി നടക്കട്ടെ. കുടുംബയോഗം കഴിഞ്ഞു, എല്ലാവരും മടങ്ങാണ്. മിനിസ്റ്റർക്കും തിരക്കേണ്ടെന്ന് അറിയാം. വളരെയധികം നന്ദി. സ്ലിപ്പർ ആയാലും എന്തായാലും നിലപാടാണ് പ്രധാനം എന്നുള്ളതാണ് മിനിസ്റ്റർ മുന്നോട്ട് വെക്കുന്നത്. നിലപാടിൽ സ്ലിപ്പ് ചെയ്യൂല. നിലപാട് slip ചെയ്യില്ല. അത് നല്ല കറക്റ്റ് ഒരു ക്ലാരിറ്റി ഉള്ള ഒരു നിലപാടാണ്. എന്തായാലും അപ്പോ കുടുംബയോഗങ്ങളുടെ തിരക്കിലാണ് മന്ത്രി ഉള്ളത്. മന്ത്രിയെ നമ്മൾ ഇനി അധികം പിടിച്ചു വെക്കേണ്ടതില്ല. പിടിച്ചേക്കേണ്ട. അതെ, നമുക്കപ്പോൾ മറ്റൊരിടത്ത് വെച്ച് വീണ്ടും കാണാം.